മൂന്നാല് കടിയൊക്കെ കടിക്കും പച്ച പിടിച്ചു വരണം കേട്ടോ. കടിക്കാൻ വെച്ച് കടിക്കാൻ ആരെ. ഇപ്പൊ നമസ്കാരം, നമ്മളുള്ളത് ഈ പ്രോപ്പർ സ്ഥലം ഏതാ? കിളിമാനൂർ അല്ലേ? തിരുവനന്തപുരം ജില്ലയാണ്. എന്താ പേരെന്താ? എൻ്റെ പേര് മഹേഷ്. നമ്മുടെ പേര് വിഷ്ണു. അപ്പോൾ മഹേഷ് ഭായ് ആണ് നമ്മളെ വിളിച്ചു തരാം. അപ്പോൾ ഒരു മാസം മുമ്പ് കോൺടാക്ട് ചെയ്തതാണ്. അപ്പോൾ മഹേഷ് ഭായ് പറയും എന്താ കാര്യങ്ങളെന്നൊക്കെ. പക്ഷേ എന്താണ് ഈ നമുക്ക് പിന്നെ ഈ ഡോഗ് ഏതായിരുന്നു? സാധാ നാടനാ? ക്രോസ് ഉണ്ടോ? എത്ര വയസ്സുണ്ട് ഇപ്പോൾ അവന്? 4 വയസ്സുണ്ട്. റോഡിൽ നിന്ന് കിട്ടിയതാ? ശരി. ഓ അങ്ങനെ. അവന്റെ സ്വഭാവം എങ്ങനെയാ? അപ്പൊ നമുക്ക് ചലഞ്ച് ചെയ്യാൻ കാരണം ഉണ്ടാവുമല്ലോ. ചുമ്മാ എന്നാലും ചലഞ്ച് ചെയ്യാറില്ല. ഞങ്ങള് 2-3 പേരെ ഔക്കോളൂ. അമ്മ ഔക്കത്തില്ല, ഞാൻ അച്ഛനെയൊക്കെ ഔക്കോളൂ. ഈ ഇടയ്ക്ക് പൊട്ടിച്ചോണ്ട് പോയി ഇവ റോട്ടിലെ പട്ടികളെ കടിച്ച് വിഷയമാണ്. ഒരു പുതിയ കുട്ടനെ കൊണ്ടുവന്നപ്പോഴേ ഒരു കുട്ട കൊടുത്ത് ആ കുട്ട കടിച്ച് പിന്നെ മനുഷ്യരെ കടിക്കേണ്ട ദേഷ്യം കുട്ടനെ കടിച്ച് പിന്നെ കുട്ട പോലെ എടുക്കാൻ പറ്റത്തില്ല. ആണോ? അതിനടുത്ത് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഫുഡൊക്കെ കൊടുക്കുന്നവരാ? ഫുഡ് പക്ഷെ അഴിക്കുന്ന ആരും അഴിക്കത്തില്ല. അങ്ങനെ ഔക്കത്തില്ല. അവിടെ വെച്ച് കുളിപ്പിക്കുക, അങ്ങനെ കിടത്തുണ്ടൊക്കെ പോകും. വീട് പണി നടക്കുന്നോണ്ട് മാറ്റി കെട്ടിയേക്കുന്നു. ഓ ശരി ശരി. നമ്മളെ വീട്ടിൽ വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഇത് ഉറപ്പായിട്ട് എന്ത് പറഞ്ഞൊന്നും ഇല്ല. ഇങ്ങനെ വരുമെന്ന് പാട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടത്തിന് പോയപ്പോൾ വിളിച്ചിട്ട് ഇന്ന ആള് വന്ന് വരാൻ പറഞ്ഞാൽ ഓടി വന്നു. ശരി. അപ്പൊ നമ്മള് അഴിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ അഴിച്ചിട്ടില്ല. അടുത്തേക്ക് പോകുമ്പോ ഇത്ര ഡിസ്റ്റൻസിലേക്ക് പോസ്റ്റ് നമ്മൾ ഇത്ര ഡിസ്റ്റൻസിൽ നിൽക്കത്തുള്ളൂ. പേര് മഹേഷ്. എൻ്റെ പേര് മഹേഷ്. അപ്പൊ മഹേഷ് ഭായ് ഒന്ന് പോയി കാണിച്ചിട്ട് ചുമ്മാ അവനെ നമ്മളൊന്ന് കടിക്കുന്ന ഡോഗാണ്, നാടൻ ഡോഗാണ്. ഓരോ ക്യാരക്ടർ അവൻ്റെ മാറി ഇന്ന ടൈപ്പാണ്. അപ്പോൾ ഇവർ ക്യാരക്ടർ അങ്ങനെ ഈ റോട്ടിൽ നിന്ന് എടുത്ത് ഡോഗാന്ന് പറഞ്ഞത്. ക്യാരക്ടർ മാറിയതിന് ശേഷം അവർ പിന്നെ പുറത്തുവിട്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ ഇച്ചിരി അഴിഞ്ഞു പോയിട്ടാണ് വേറെ ഡോഗിനെ കടിച്ചല്ലേ? അപ്പോൾ അന്ന് എങ്ങനെ പിടിച്ചോണ്ട് വന്നു? കൊച്ചുങ്ങളൊക്കെ പോകുന്നതല്ലേ. അത് ശരി. അവിടെ ഇവൻ ഒരുപാട് പട്ടികൾ വളഞ്ഞവിടെ. അതിൽ ഒരു എണ്ണത്തിന് തൂക്കിയടിക്കും. പുള്ളിക്കാരന്റെ ശരീരം തൂക്കിയടിക്കും. ഓഹോ. കഴുത്തിന് ഇങ്ങനെ പിടിച്ച് റോഡ് അടിക്കുക ചെയ്ത് ഈ പട്ടീനെ അവിടെ വന്ന പട്ടികളെല്ലാത്തിനും. എവന്റെ ദേഹത്ത് ഒരു കടിയിലും കിട്ടിയിട്ടില്ല. പട്ടിയെ കടിച്ചേണ്ട ഇവിടുത്തെ ഇത് കടിച്ചേണ്ട വായിലുണ്ടായിരുന്ന സംഭവം. അതുകൊണ്ടാണ് കെട്ടുന്നത്. ഇവിടെ വന്നു ഇവിടെ മാമനെ പിടിച്ച് കെട്ടിയത്. ശരി. വേറൊരു കാര്യമുണ്ട്. ഇവിടെയുള്ള മാമനൊന്നും കാര്യം മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ കയറുന്നപ്പോൾ മാമൻ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മഹേഷ് ഭായ് ഞങ്ങൾ വീഡിയോ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആരാന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. പുള്ളി എനിക്ക് ചലഞ്ച് തന്നു. പക്ഷേ ഈ വീട്ടിൽ ഇന്ന ആളെ ആരാ വരുന്നതെന്ന് അറിഞ്ഞിട്ടില്ല കേട്ടോ. പട്ടീനെ അടിക്കാൻ ആരാ വന്നെന്ന് അറിയാം. അപ്പോൾ മഹേഷ് പോയിട്ടേ എൻ്റെ അഗ്രഷൻ ഒന്ന് കാണിച്ചു കൊടുത്തേ. ആട്ടെ, ഇതാണ് ആള്. നമ്മളാരെ ഇളങ്ങ് അടുത്തൊന്നും പോവാറില്ല. മഴ മാത്രമേ കൈകാര്യം ചെയ്യത്തുള്ളൂ. വെളിയിൽ നിന്ന് ആരും വന്നാലും ഇയാളെ അടുത്ത് ചെല്ലാനോ വേറെ ആർക്കും ചെല്ലാനോ പറ്റത്തൊന്നുമില്ല. ഇയാളെ സ്വഭാവം. അവന് ആളിച്ചിരി നല്ല ഹെവി സൈസാട്ടോ. ഇത് ക്രോസ് എന്താണ്? ക്രോസ് എന്ന് പറഞ്ഞു. ലാബിൻ്റെ ഒറ്റ ക്രോസോ? മറ്റേത് പാവാ അപ്പുറേക്കുന്നു. അത് ശരി. അത്യാവശ്യം നല്ല സൈസാട്ടോ. നമ്മൾ വിചാരിച്ച ചെറിയ സൈസൊന്നും അല്ല. നാടനാണെന്ന് പറഞ്ഞാൽ ആളിച്ചിരി ഒരു ലാബിൻ്റെ ഒക്കെ അത്യാവശ്യം വണ്ണമുണ്ട്. ഇപ്പം അന്ന് അഴിഞ്ഞോട്ട് എത്രയായി? കുറേ കഴിഞ്ഞിട്ട് കുറേ ദിവസമായോ? അല്ല, അന്ന് അഴിഞ്ഞു പോയിട്ട് ഇപ്പം എത്രയായി? 3-4 മാസമായി. ഓ ആ സാധനമാണ് എടുക്കലാണ്. അല്ല, അത് അച്ഛനൊക്കെ എടുക്കത്തില്ലേ? അച്ഛനൊക്കെ എടുക്കാം. അയാളാണ് കയറി കിടക്കുന്നവൻ. കയറി കിടക്കുന്നത്. നേരത്തെ പറഞ്ഞ കൊട്ട കേട്ടോ, കൊട്ട. അതാണ് ആ കൊട്ട. റബ്ബർ കൊട്ട. ശരി ശരി. ആണോ? ഇതാണ് ഇവിടുത്തെ ഗ്രഹനാഥൻ ചേട്ടൻ കേട്ടോ. ചേട്ടനും നമ്മളെന്താ മഹേഷ് ഭായ് പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു നമ്മൾ വന്ന കാര്യം സംഭവം. ഞങ്ങളേ ഇങ്ങനെ ഈ കടിക്കുന്നൊക്കെ പട്ടിയുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഒന്ന് നമ്മുടെ കൂടെ ഇണക്കി നിർത്തുന്ന പരിപാടിയൊക്കെ യൂട്യൂബിൽ ചെയ്യുന്ന ഒരാളാണ്. അത് ചിലപ്പോൾ മഹേഷ് ഭായ് ആണ് എന്നോട് പറഞ്ഞത്. ഇത് മരുമോനല്ലേ? മരുമോൻ എന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ വീട്ടിലൊരു ഡോഗുണ്ട്, ഇങ്ങനെ എല്ലാവരും അത്യാവശ്യം കടിക്കുന്ന ഡോഗാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാമെന്ന് ചോദിച്ച് നമുക്കൊരു മെസ്സേജ് അയച്ചു. അങ്ങനെ വന്നു. നമ്മൾ യൂട്യൂബിലൊരിങ്ങനെ ഈ കടിക്കുന്നൊക്കെ പട്ടിനെ ഇണക്കുന്ന വീഡിയോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇവൻ്റെ കൂടെ ഞാൻ ഇണങ്ങി നിൽക്കുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? ഇവൻ ആൾക്കാരോട് അങ്ങനെ ഇണക്കൊന്നുമില്ലല്ലോ. ആൾക്കാരായിട്ട് ഇണക്കില്ല. എൻ്റെ കൂടെ ഇങ്ങനെ ഇണങ്ങി നിൽക്കുമല്ലോ തോന്നുന്നുണ്ടോ?
അത് ഇണക്കുമെങ്കിൽ നല്ലത്. ഇണക്കുമല്ലേ? ഇണങ്ങുമെന്നല്ല, ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ചൊന്ന് നടത്താനാണെന്നുള്ള ശ്രമമാണ്. അത് ഞാൻ അഴിച്ചു തരാം. അപ്പം ഞാൻ അഴിക്കുന്നല്ല, ഞാൻ അഴിച്ച് എടുക്കാൻ പറ്റുമോ നോക്കുക. ഒരു രക്ഷയില്ല. അപ്പം ഞാൻ വിളിക്കാം. പേരെന്താ? എൻ്റെ പേര് കൃഷ്ണൻകുട്ടി. കൃഷ്ണചേട്ടന് അപ്പോൾ ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഇതാണ് അവസ്ഥ. ഇവൻ്റെ പേരെന്താ? അർജുൻ. അർജുനെ, അർജു എടാ, നീ ഭയങ്കര കേട്ടില്ല അർജുൻ. ഇവനെ നിങ്ങൾ വിചാരിച്ചോ, ഞാൻ ഒരു സൈസ് കാണിച്ചു കേട്ടോ. ടിജോ കുറച്ച് ദിവസമായിട്ട് നമ്മളിവിടെ ഇല്ലായിരുന്നു. ടിജോ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ അർജുൻ. കണ്ടില്ലേ? അർജുൻ ചില്ലറക്കാരനല്ല അല്ല അർജുൻ? അല്ലേ? അർജുൻ ഇവിടുത്തെ വലിയ ഗുണ്ടയായിരുന്നു. ഗുണ്ട ആണോ അർജുനെ? നീ നാളെ അഴിഞ്ഞു പോയിട്ട് നീ എല്ലാവരെയും കടിച്ചു കേട്ടല്ലോ. നീ അഴിഞ്ഞു പോയിട്ടേ നീ എല്ലാവരെയും കടിച്ചു കേട്ടല്ലോ. ശരിയാണോ? എന്താണ് ക്ഷയിക്കാനൊക്കെ തരാം? എന്താണ് അർജുൻ? എന്താണ് എന്താ അർജുനെ? എന്താണ് എന്താണ് ദേഷ്യം? അവള് പാവാന്ന് പറഞ്ഞു. അവള് ആരോടും ഒരു കച്ചറിയില്ലാതെ പറഞ്ഞു കേട്ടോ. ഞാൻ അവളുടെ അടുത്ത് നിന്ന് പോയിട്ട് വരട്ടെ. അവളുടെ അടുത്ത് നിന്ന് പോയിട്ട് വരട്ടെ. എടീ വന്നേ, നീ വന്നേ കൊച്ചിക്ക് വന്നേ. എടീ ഇവിടെ വാടി, ഇവിടെ വാടി. അവളും കളിപ്പാണല്ലോ. എടാ അവളും കളിപ്പാണല്ലോടാ അർജുന. ഒരു മറ്റേ പഞ്ഞിമരത്തിന്റെ വേരലാടോ കെട്ടി ഉണ്ടാക്കലടി. എന്താണ് എന്താണ് അർജുൻ? നീ ഭയങ്കര ദേഷ്യം കേട്ടോ. ശരിയാക്കട്ടെ, ശരിയാക്കട്ടെ. ക്ഷയിക്കാനല്ലോ, കടിക്കാനല്ലോ ക്ഷയിക്കാൻ. എടാ കടിക്കല്ലോ, ക്ഷയിക്കാനെന്നേ. എന്തിനാ കടിക്കുന്ന? എന്തിനാ കടിക്കുന്ന? എന്തിനാ? ശരിയാക്കട്ടെ ഞാൻ, ശരിയാക്കട്ടെ ഞാൻ, ശരിയാക്കട്ടെ. എടി മിണ്ടായിരിക്കും അവിടെ, മിണ്ടായിരിക്കും അവിടെ. നീ എന്തിനാ ഇങ്ങനെ ഈ എന്നാ ഇവൻ്റെ മറ്റേ ചങ്ങല ഇതൊക്കെ ചങ്ങലയൊക്കെ ഉഷാറല്ലേ? കുഴപ്പമില്ല. ഇങ്ങൊന്നടാ ഓക്കെ. ഇവൻ ലാബിൻ്റെ ക്രോസ് തന്നെ കേട്ടോ. ആണ്ടോ ലാബിൻ്റെ ശരീരം അല്ല ഇരിച്ചോ അല്ലേ? ലാബിൻ്റെ ശരീരമൊക്കെ ഉണ്ട്. 9 വയസ്സുണ്ടോ? അത്ര വയസ്സുണ്ടല്ലേ? ഇടയ്ക്ക് വന്നടാ അർജുൻ. എന്താണ് മൂത്രയ്ക്കാൻ പോയിട്ട് ഇങ്ങനെയാണോ? ശരിയാകട്ടെ ഏട്ടായി, ഞെക്കട്ടെ ഞെക്കട്ടെ ഏട്ടായി. കൈ കന്നി ക്ഷയിക്കാൻ തന്നെ ക്ഷയിക്കാൻ അടിയറി ഞാൻ അഴിച്ചിട്ട് പോട്ടെ തന്നെ. അഴിച്ചിട്ട് പോട്ടെ നമുക്കൊന്ന് അഴിച്ചിട്ട് പോയാലോ? കുറച്ച് ദിവസമായില്ലേ പോയിട്ട്. എടാ പോട്ടെ തന്നെ അഴിച്ചിട്ട് പോട്ടെ. എന്നാ എടാ വേനെടുക്ക എനിക്ക്, വേനെടുക്ക എനിക്ക്. നിനക്ക് മാത്രം നീ കടിച്ചത് നിനക്ക് വേനെടുക്കുന്ന എനിക്കറിയാം. വേനെടുക്കുന്ന തരത്തില്ല നിനക്ക്. അടി വെച്ച് തരട്ടെ, ഒരു അടി വെച്ച് തരട്ടെ, അടി വെച്ച് തരട്ടെ, ചെറിയ അടി വെച്ച് തരട്ടെ കറക്റ്റ് അടി. പിന്നെ അവിടെ പോയിട്ട് ചങ്ങല അഴിക്കില്ല ചടങ്ങ. നിന്നെ അവിടെ വന്ന് ചങ്ങല അഴിക്കോ? ചങ്ങല ഇങ്ങനെ കട്ടി ഇടമുണ്ടല്ലേ ചങ്ങല? നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. നമ്മുടെ ലീഷാണ്, ഞാൻ നോക്കിയിട്ട് എടുക്കാം. ചങ്ങല അവിടെ കേട്ടോ. ആ റോപ്പിൽ എനിക്കൊന്ന് ചങ്ങല അഴിച്ചോണ്ട് പോയ രണ്ടാമതൊരു അങ്ങനെ കെട്ടിയിട്ടേക്കല്ലേ? ഓ അത് ഈ ചങ്ങല കണ്ടാ പൊട്ടതല്ലേ? വേറെ പൊട്ടിയാണ്. ഈ ടൈപ്പ് ചങ്ങല ആയതുകൊണ്ടാ പൊട്ടതെ. ഇങ്ങനെയുള്ള ഈ ചങ്ങല അത്ര പെട്ടെന്ന് പൊട്ടൂല. ഇത് പൊട്ടെന്ന് പൊട്ടൂല. നിന്റെ കാര്യം പറഞ്ഞോണ്ടിരുന്നേ, നിന്റെ കാര്യം കേട്ടോ. എടാ അടി വാങ്ങി എന്താണ്? ശരിയാക്കട്ടെ ഏട്ടായി, ശരിയാക്കട്ടെ. ഞെക്കട്ടെ ഏട്ടായി വിളിച്ചേ, ഞെക്കട്ടെ പിടിച്ചേട്ടായി, ഞെക്കട്ടെ പിടിച്ചേട്ടായി. എന്താണ് എൻ്റെ പ്രശ്നം? ഞെക്കട്ടെ പിടിച്ചേട്ടായി, ഞെക്കട്ടെ പിടിച്ചേട്ടായി. പോവാ നമുക്ക്, പോട്ടെ. അഴിച്ചോണ്ട് പോയാലോ തന്നെ? അഴിച്ചോണ്ട് പോട്ടെ തന്നെ, അഴിച്ചോണ്ട് പോട്ടെ തന്നെ, പോട്ടെ അഴിച്ചോണ്ട്. എൻ്റെ മനു എൻ്റെ റോപ്പൊന്ന് തരുവാടാ.
അവനേ ചങ്ങലയിൽ നിന്ന് അവിടെ ആ ചങ്ങല അങ്ങനെ ലോക്കാക്കി ഇട്ടേക്കുന്നത് കേട്ടോ. നമുക്കറിയാം ചങ്ങല എപ്പോഴും ഈ പറഞ്ഞ പോലെ എന്നാ അവിടെ പെർമനൻ്റ് ഇട്ടേക്കുന്ന ചങ്ങലയാണ് അല്ലേ? ആ ആ അപ്പോൾ അത് അഴിക്കാതെ നമുക്ക് നമ്മുടെ റോപ്പിലിട്ട് കൊണ്ടുപോയി അഴിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റും നോക്കാം. അങ്ങനെ ചങ്ങല അവിടെ തന്നെ നമുക്ക് ഇട്ടിട്ട് റോപ്പിൽ കൊണ്ടുപോയി നമ്മുടെ കൂടെ നിൽക്കുമെന്ന് നോക്കാം. എന്നിട്ട് പിന്നെ ചങ്ങല എപ്പോഴും അവിടെ അഴിച്ചിട്ട് ഇവർക്ക് പെർമനൻ്റ് അടിക്കേണ്ടതാണല്ലോ. അപ്പം പിന്നെ അച്ഛനുണ്ടല്ലോ അവിടെ, അവർക്ക് എപ്പോൾ വേണം അടുത്ത് ലോക്ക് ചെയ്ത് തരാം. അർജുവേ ഞാൻ നിന്നെ കൊണ്ടോട്ടെ? ഞാൻ നിന്നെ കൊണ്ടോട്ടെ? കൊണ്ടോട്ടെ കൊണ്ടോട്ടാ കൊണ്ടോട്ടെ കൊണ്ടോട്ടെ തന്നെ കൊണ്ടോട്ടെ എന്ന് പറയുമ്പോൾ നീ കൊണ്ടോട്ടെ കൊണ്ടോട്ടെ ചേട്ടാ കൊണ്ടോട്ടെ തന്നെ. കണ്ടോ ഇവനെ എന്ത് കിട്ടിയാലും എന്തിടാൻ കടിക്കുന്നു പറഞ്ഞു കേട്ടോ. ഇന്ന സാധനമൊന്നുമില്ല, ഏത് സാധനം കിട്ടിയാലും അവൻ കടിച്ച് തൂഫാനാക്കും അല്ലേ? എന്ത് കിട്ടിയാലും കടിച്ച് തൂഫാനാക്കും നീ അല്ലേ അർജുൻ? അങ്ങനെയാണോ? അങ്ങനെയാണോ അർജുൻ്റെ? നീ മിണ്ടരുത്. ആ കൊണ്ടോട്ടെ കൊച്ചിനെ, കൊച്ചിനെ കൊണ്ടോട്ടെ കൊണ്ടോട്ടെ കൊച്ചിനെ. ഇടണ എടാ എന്താണ് അവൻ്റെ എൻ്റെ ഈ സൈഡിൽ കൂടെ പോയിട്ടോ അവൻ്റെ പല്ല് ഇപ്പം ഇടാൻ നേരത്ത്. സ്ലോ മോഷനിൽ ഞാൻ കാണിച്ചില്ല കേട്ടോ. കൈയൊക്കെ അടിച്ചാണ് നീ കേട്ടോ. കൊണ്ടോട്ടെ കൊണ്ടോട്ടെ. അതെന്താ അതെന്താ ശരിയാക്കട്ടെ തന്നെ ശരിയാക്കട്ടെ തന്നെ. എന്നാ കൊണ്ടുക്കോ, അത് കൊണ്ടുക്കോ. ആ എന്ത് കിട്ടിയാലും അവന് പോവാ ബാ ബാ. എടാ ടെററാണ് ടെറർ കേട്ടോ. പോവാ നമുക്ക്. പോവാടാ അർജു. ഞാൻ അങ്ങോട്ടും വലിക്കും, നീ ഇങ്ങോട്ടും വലിക്കും, ഞാൻ അങ്ങോട്ടും വലിക്കും കേട്ടാ. ബാ പോവാ ബാ. ഞാൻ നൈസാരെ പിടിച്ചുള്ളൂ കേട്ടോ. ആശാൻ വലിച്ചോണ്ട് അങ്ങോട്ട് കൊണ്ടുപോവാ. ഇതിപ്പോൾ കടിച്ച് പൊട്ടിക്കുവാൻ. പോവാ നമുക്ക്. അർജുവേ ഇവിടെ പോവാടാ. അഴിക്കട്ടെ കേട്ടാ ഇത്. ഞാൻ കയറി തരാം. കയറട്ടെ. എന്നാ അങ്ങ് പൊട്ടിക്ക്, എന്നാ അങ്ങ് പൊട്ടിക്ക്, എന്നാ അങ്ങ് പൊട്ടിക്ക്. എൻ്റെ കാലാവൻ്റെ ലക്ഷ്യമുണ്ട്. നൈസായിട്ട് എൻ്റെ കാല് ലക്ഷ്യത്തിലാണ് വെച്ചേക്കുന്നത്. അല്ല കാലാവൻ ലക്ഷ്യത്തിലാണ് വെച്ചേക്കുന്നത്. അവനിപ്പോൾ അവിടെ ആണെങ്കിൽ അവൻ്റെ ശ്രദ്ധയാണ് എൻ്റെ കാലിലേക്ക് അവൻ പിടിക്കാൻ നോക്കുന്നത്. ഇതിപ്പോൾ കടിച്ച് പൊട്ടിക്കുമല്ലോ അവൻ. അത് അർത്ഥോണ്ടിരിക്കുകയാണ്. ഇപ്പം മിക്കാരെ കടിച്ച് സൈഡാക്കും. ഇത് അർത്ഥം കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല കേട്ടാ. എടാ ബാ പോവാ നമുക്ക്. പോവാ നമുക്ക്. പോവാടാ. അപ്പച്ചനെങ്കിൽ വന്നപ്പച്ചാ ഒന്ന് അഴിച്ചപ്പച്ചാ ആ സാധനം, ആ തൊടലെല്ലാം കഴിച്ചാൽ. അല്ല ഇത് പകുതിയാക്കി. ഇത് പകുതിയാക്കി കുറച്ച്. അവനോ ഒലക്ക മടുക്കുവൻ. ഇവൻ മടുക്കാൻ. അങ്ങനെ ചുറ്റി കെട്ടിയേക്കാം അല്ലേ? അഴിച്ചിങ് വിടണ്ട കേട്ടോ. അല്ല ഇതിലേക്ക് അഴിച്ച് വിടണ്ട. ഇവിടെ ഇവരെല്ലാവരും ഉണ്ടേ.
അതിലൊരു പിടുത്തം വേണേ അപ്പച്ചൻ, അതിലൊരു പിടുത്തം വേണം കേട്ടോ കയറയിൽ. എൻ്റെ പിടുത്തമില്ല കേട്ടോ, എൻ്റെ പിടുത്തമില്ല. അതിൽ പിടിക്കണം. എൻ്റെ പിടുത്തമില്ല കേട്ടോ. കാരണം അവരുടെ അടുത്തേക്ക് പോകും. അപ്പച്ചൻ അവനൊന്ന് അഴിച്ച് കൈ പിടിച്ചേ, അവിടെ തന്നെ പിടിച്ചാൽ മതി. ഇങ്ങോട്ട് ഇറക്കണ്ട. എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണ്ട, അങ്ങനെ പിടിച്ചാൽ മതി. ജസ്റ്റ് അവൻ എന്താണെന്ന് കാണിക്കുന്ന അറിയാൻ വേണ്ടിയാണ്. ഞങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസ് ഒന്നുമില്ല കേട്ടോ. ഞങ്ങൾ ഞാനതാ പകുതിയാക്കി. ഇതുണ്ടോ? കാരണം ഇതിലിപ്പോൾ നമ്മളിനി പിടിച്ചു നടന്നാലും ഈ സാധനം കടിച്ചു പൊട്ടിക്കും ഈ സാധനം. പിന്നെ റിട്ടേൺ എന്തായാലും ഇടൽ നടക്കുമൊന്നുമില്ല. ഇല്ല, അത് വെറും ഇതാന്നേ. അത് മുറിച്ച് ഇതിപ്പോൾ മുറിച്ചിട്ട് ഇതിപ്പോൾ അഴിച്ചാൽ ഈ സാധനം മുറിച്ചിട്ട് നമ്മൾ കൊണ്ടുനടന്നാലും നമ്മുടെ അടുത്ത് വിട്ടുപോകും. അങ്ങോട്ട് പുറത്തോട്ട് കൊണ്ടുവന്ന അപ്പച്ചാ നമുക്ക് റോട്ടിലേക്ക് ഒന്ന് പോവാം, വഴിയിലേക്ക്. അതെടുക്കണ്ട, അത് കഴിക്കണ്ട, അങ്ങോട്ട് കൊണ്ടുപോകാം. അത് നമുക്ക് കൈ കിടന്ന് അവൻ്റെ കഴുത്ത് കിടന്നോട്ടെ. അതേ പറഞ്ഞത്. ഇത് പകുതിയാക്കി കേട്ടോ. ഇതുണ്ട് നമ്മളെ ഇട്ട ലീഷ് പകുതിയാക്കി. അതാണ് ഞാൻ അപ്പച്ചനോട് കഴിക്കാൻ പറഞ്ഞു കേട്ടോ. ഇതിപ്പം കുറച്ച് വേദന കടിച്ച് ദൂരക്കളയും. എന്താണ് അർജുവേ ഈ ആണോ മാമനോട് പേടിയാ? കുട്ടക്കറവന കയറും. അപ്പോൾ ആരെയും കടിച്ചാ മാമ പറഞ്ഞാൽ വിടുവോ? അങ്ങനെയല്ല. ഇപ്പൊ മകേഷിനെ കടിക്കാൻ വിചാരിക്കുക, വിടാൻ പറഞ്ഞാ വിടുവോ? കടിച്ചിട്ട് അത് ശരി. ഓ ശരി. വേണ്ട ഞാൻ ഓ ഇവൻ കൊണ്ടായാല് ഇവനെ കൊണ്ടായാല് അതിനൊന്ന് കുറുക്കി പിടിച്ചേ, ഒന്ന് ശരിക്കും കുറുക്കി പിടിച്ച്. ഞാൻ അടുത്തേക്ക് വരാനുണ്ട്. അങ്ങനെയല്ല, ഒന്നുകൂടി കുറിക്കാതെ. ആ ഇതില്ലേ, ആ കണ്ണീൻ്റെ അവിടെ വരെ പിടിച്ച്. അവിടെ ഞാൻ അടുത്ത് നോക്കട്ടെ. അർജുവേ എടാ, നീ ഭയങ്കര കളിക്കാരനാണ് കേട്ടോ അർജു. ശരിയാണോടാ? ഞാൻ അവിടുന്ന് ഈ മകേഷ് ഭായ് അവിടെ ആ വേരിന്ന് നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. അത് അഴിക്കൽ നടക്കൂല, അങ്ങ് കയറി കടിക്കും. അത് നമുക്ക് നമ്മൾ ഈ റോപ്പ് ഇട്ടിട്ട് ഞാൻ വിചാരിച്ചു പറഞ്ഞാൽ റോപ്പ് ഇട്ടിട്ട് അവനെ ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്തിയിട്ട് അത് അഴിക്കാനുള്ള പ്ലാനായിരുന്നു. പക്ഷെ റോപ്പ് അവൻ കടിച്ച് പകുതിയാക്കി. അത് നമുക്ക് എൻ്റെ പ്ലാൻ എങ്ങനെയായിരുന്നു വെച്ചാൽ നമുക്ക് അവിടെ കുറ്റി പോയിട്ട് ഇങ്ങനെ കുനിഞ്ഞ് ഇങ്ങനെ അടിയിൽ നിന്ന് എടുത്ത് അടിക്കണമല്ലോ. അപ്പോൾ അതിനെ നടക്കില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ റോപ്പ് ഇട്ടും ട്രൈ ചെയ്ത് നോക്കിയാണ്. അതായത് കണ്ടോ ആ റോപ്പ് ഇത്രയാക്കിയാൽ. അപ്പോൾ പിന്നെ അതായത് ഞാൻ എന്താ ഉദ്ദേശിച്ചത്, കഴുത്തായിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചിട്ട് റോപ്പ് അഴിക്കുക എന്നുള്ള പ്ലാനാണ് ഇരുന്നത്. പക്ഷേ അവിടെ ഒരു തിണ്ടാണല്ലോ, തിണ്ടിലേക്ക് കയറി നിൽക്കാന്ന് പറഞ്ഞാൽ തിണ്ട് വരെ അവനെത്തും. പിന്നെ നോക്കിയല്ലോ, ഞാൻ കാല് വെച്ച് കൊടുത്തപ്പോൾ കാലൊക്കെ അടിക്കാൻ നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മാറ്റിയിട്ട് അവനെ ഇങ്ങനെ അഴിക്കാന്നുള്ള പ്ലാനായിരുന്നു എൻ്റെ പ്ലാൻ. അതായിരുന്നു പദ്ധതി. പക്ഷേ പ്ലാൻ ഇടുന്നതിന് മുന്നേ തന്നെ ഇവന് ഈ സാധനം കടിച്ച് പകുതി മുറിച്ച് ഇങ്ങോട്ട് അവനെ. അർജു ഞാൻ കൊണ്ടോട്ടറാ അർജു നിന്നെ. അർജു ഞാൻ കൊണ്ടോട്ടറാ തന്നെ. അർജുവേ ഞാൻ കൊണ്ടോട്ടാ തന്നെ. അപ്പോൾ നമുക്കൊരു പ്ലാൻ ചെയ്യാം. ഇന്ന് പേരെന്തായിരുന്നു? വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അർജുനെ കൊണ്ട് അങ്ങ് പോവാം. വഴിയിൽ നിന്ന് കടിക്കുകയാണെങ്കിൽ കടിക്കട്ടെ. അപ്പം എന്തായാലും അച്ഛനുള്ളതുകൊണ്ട് ഒരു 2-3 കടിയൊക്കെ കടിച്ചിട്ട് അച്ഛൻ പിടിച്ചു പറ്റും അല്ലേ? എന്നെ ഒരു 3-4 കടിയൊക്കെ കടിക്കുമ്പോൾ അച്ഛൻ പിടിച്ചു വരണം കേട്ടോ. കടിക്കാൻ വെച്ച് കടിക്കുവാൻ ആരെ എന്നെയാ? നോക്കട്ടെ അവൻ കടിക്കുമോ നോക്കണമല്ലോ. അതെന്താ പേടിയുണ്ടോ? ഇതാ ആകർഷണം വേണോ? അല്ല ഇത് അമ്മ, ഇത് അമ്മ. പിന്നെ ഇത് വൈഫ്, ഭാര്യ. അത് മാമി എന്ന് പറഞ്ഞാൽ മാമൻ്റെ ഭാര്യ. അമ്മയുടെ പേരെന്താ? സത്യ. ഇത് നമ്മുടെ ആരായിട്ട് വരും? ഇവരെല്ലാവരും കുടുംബക്കാരായിട്ടാ. എടാ അർജുവേ, എന്താണ് അർജു നീ ഭയങ്കര കടിക്കാരൻ ദേശിക്കാരനാണ്. ചാന്ദ്രനാണ് എപ്പോഴും കടിക്കുക. അപ്പോൾ നമുക്കേ ഒരു കാര്യം ചെയ്യാം, മച്ചാൻ്റെ അടുത്ത് നമുക്ക് ലീഷ് വാങ്ങിയിട്ടൊന്ന് വാക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എങ്ങനെ കടി വരുമെന്ന് നമുക്ക് നോക്കാം. കടിക്കുന്നതിൻ്റെ ഡെപ്ത് എങ്ങനെയാണ് മനസ്സിലാവും. വാ ആദ്യം കൊണ്ടുവന്ന് വാ.
ഇല്ലല്ല പിടിക്കണ്ട ഇല്ലല്ല പിടിക്കണ്ട ഇല്ലെന്നാ പിടിക്കണ്ട, അവൻ പേടിച്ചാണ് അവിടെ. ഇല്ലാന്ന് നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കണ്ട. അതറിയോ പെട്ടെന്ന് മകേഷ് ഞാൻ പേരെന്താ നമ്മുടെ വിഷ്ണുവിൻ്റെ അടുത്ത് ഞാൻ പെട്ടെന്ന് വാങ്ങിയപ്പോൾ അവനൊന്ന് പേടിച്ചുണ്ടോ, അതാണ് സംഭവം. അയ്യോ അർജുവേ, എന്തിനാ അർജു പേടിച്ചെന്തിനാ അർജു? അർജുവേ, അർജു എന്തിനാ പേടിച്ചെന്തിനാ? ബാ അർജു പോവാം, ബാ കൊച്ചു ബാ പോവാം. എൻ്റെ കാലൊന്ന് പിടിച്ചു, പക്ഷേ പാൻ്റെ കയറി പിടിച്ചോണ്ട് കുഴപ്പമില്ല. അല്ല അവനെ നമ്മളെ പെട്ടെന്ന് വാങ്ങിയില്ലേ, അപ്പോൾ അവനൊന്ന് പേടിച്ച്. ആ പേടിക്കൽ അവനൊന്ന് ആ പേടിച്ചതിൻ്റെ സീനാണ് നമ്മളോട് നേരം കാണിച്ചത്. അല്ല അവൻ കൂടായിട്ട് നമ്മൾ വന്നേനെ. അർജു ഒരു പീരങ്കിയാണ്, പീരങ്കി. ആ പാൻ്റെ പിടിച്ചു, പക്ഷെ അത് ചെറുതായിട്ട് അങ്ങ് പോയി. ഓ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അർജുൻ ഒരു അറ്റംപ്റ്റ് ചെയ്തു. അർജുൻ ആ പേടിച്ചിട്ടുള്ള ഒരു അറ്റാക്ക് നമുക്ക് നേരെ വന്നായിരുന്നു കേട്ടോ. പേടിച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് പേടിച്ചങ്ങ് പോയായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് കൂളായിട്ട് പിടിച്ചേക്കുന്നു കേട്ടോ. വലിച്ചുകൊണ്ടങ്ങ് പോയിട്ടേ എന്നെ കടക്കം വലിച്ചുകൊണ്ട് പോകും. എല്ലാവരും ടെററായി. ഇപ്പോൾ ഈ 5-6 പേര് വന്നാലും ഇവനൊരു കുഴപ്പമില്ലല്ലേ? എല്ലാത്തിനും ഓടിച്ചോണ്ടിരിക്കും. പാനില്ലെങ്കിൽ എൻ്റെ കാല് എപ്പോഴാ എന്നാ ഇവനെ കൊണ്ടുപോകുക, പുറത്തിറക്കി കൊണ്ടുപോകല എപ്പോഴാ? കൊണ്ടുപോകലുണ്ടോ? കുറവല്ലേ? ആഴ്ച 2 ദിവസം കൊണ്ടുപോകും ആണോ? വ്യായാമത്തിന് ഓടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നല്ല സ്പീഡിൽ ഓടും. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം കുളിപ്പിക്കും. വ്യായാമം കിട്ടാൻ വേണ്ടി. ആണല്ലേ? ആരെ കടിച്ചിട്ടുണ്ടോ? ആണല്ലേ? 2 പേരെയോ? നല്ല അടിയായിരുന്നു. ആണോ? ഇതുണ്ടോ പല്ല് ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ സ്ക്രാച്ചായി? കാണിച്ചു കൊടുത്താൽ നിക്കളാ, ഈ കടി കാണിച്ചു കൊടുക്കട്ടെ. എന്നിട്ട് ഇതുണ്ടോ ഇങ്ങനൊരു പോറൽ ഇങ്ങനെ അങ്ങ് പോയി. ഇത്ര നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ പറയാം, നമുക്ക് അവിടെ നിന്ന് കയറി അഴിക്കെന്ന് പറയുമ്പോൾ അതൊരു തിണ്ടാണ്. ആ തിണ്ടിൽ നിന്ന് നമ്മൾ മേലെ കയറി കഴിഞ്ഞാൽ കുനിഞ്ഞഴിച്ചാൽ അവിടെ കസ്റ്റ് തന്നെ മുഖത്ത് കടി വരും. മുഖത്ത് കടി വാങ്ങൽ സീനാണ്. ആ സീൻ നമുക്ക് ബാക്കി കടി ഇപ്പം നമുക്ക് കാരണം ആ കടി കിട്ടിയാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞാണ് ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് നിന്ന് ഇവിടുന്ന് വാങ്ങിയത്. കാരണം കടി നമുക്ക് വിഷയമില്ല, പക്ഷേ നമുക്ക് ഡേഞ്ചർ സ്ഥലത്ത് കടി കിട്ടാതിരിക്കണം, അത് മാത്രമേ നമുക്കൊരു വിഷയമുള്ളൂ. മുഖത്ത് അവിടെ പോയി കുനിഞ്ഞെടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് മുഖത്ത് കടി വരും. പിന്നെ ലീഷിട്ട് നോക്കി, ഞാൻ ലീഷിട്ടപ്പോൾ കണ്ടില്ലേ, അവൻ എന്ത് കിട്ടിയാലും കടിച്ച് തൂഫാനാക്കും. അപ്പോൾ ലീഷിൽ അവൻ വരില്ല. ഞാൻ വിചാരിച്ചിരുന്ന നേരത്തെ പറഞ്ഞ ലീഷിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്തി കഴുത്തേന്ന് ഈ സാധനം അഴിക്കാൻ വിചാരിച്ചത്, ഏത് കഴുത്തേന്ന് ചങ്ങല അടിക്കാൻ വിചാരിച്ച്. പക്ഷേ അതിന് മുമ്പ് അവൻ ചങ്ങല പൊട്ടിക്കാറാക്കി. പിന്നെ നമ്മൾ വാങ്ങിയപ്പോൾ കണ്ടില്ലേ, അവൻ അറ്റംപ്റ്റ് ചെയ്തല്ലോ. പിന്നെ കുഴപ്പമില്ല, ഒരു 50-50 ആണ് ഒരു ചാൻസ് ഉള്ളൂ. കാരണം അതുകൊണ്ടാണ് അവൻ അവിടെ നിന്ന് ഇവിടം വരെ നടന്നു വന്നത്. ഒരു 50% മാത്രം നമ്മോട് ചെറിയൊരു ഇവരോട് അതായത് ഈ ഇവരോടൊക്കെ കാണിക്കാത്ത ഒരു സംഭവം എന്നോട് കാണിച്ചല്ലേ, ഒരു 50%. എപ്പോൾ വേണമെങ്കിൽ കിട്ടും, കടി കിട്ടും. അപ്പോൾ നല്ലൊരു കടിക്കാരനാണ് അവൻ കേട്ടോ. നല്ല അടിപൊളി ചലഞ്ചായിരുന്നു. അപ്പം ഞങ്ങൾ പതുക്കെ അങ്ങോട്ടെ ഇതുപോലെ ഇത്ര ചെയ്യാനുള്ളൂ, വേറെ നമുക്കത് ചെയ്യാനൊന്നുമില്ല. എഞ്ചിനീയറിംഗ് കോളേജ് പറഞ്ഞായിരുന്നു. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഇവനെ വന്നിട്ട് അവിടെ നിന്ന് കുറ്റിന്ന് അഴിക്കാനുള്ള സാഹചര്യം കൊണ്ട് അവരൊന്ന് അഴിച്ചോട്ടെ അല്ലേ? ഒപ്പം ചലഞ്ച് കൊടുക്കാം നമുക്ക് അല്ലേ? ആർക്കെങ്കിലും അല്ലേ? ആരെങ്കിലും നമ്മുടെ പ്രേക്ഷകർ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇപ്പം ഞാൻ വന്ന പോലെ ഫ്രീ ആയിട്ട് വന്ന് അഴിക്കണം എന്നിട്ട് അതാണ് ഉദ്ദേശിച്ചത്. അത് അപ്പച്ചൻ കറക്റ്റ് പറഞ്ഞല്ലോ. ഇതിനു മുമ്പ് നമ്മുടെ വീഡിയോ എല്ലാം കണ്ടായിരുന്നോ? ഇല്ലല്ലേ? ഇനി അല്ല, കമ്പൊന്നും വാരാതെ ഒന്ന് അഴിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? മകേഷ് എല്ലാ വീഡിയോ കാണുന്നില്ലേ? എല്ലാ വീഡിയോ കണ്ടിട്ടുണ്ട്. ഓക്കെ. എന്താ നേരത്തെ വണ്ടിയിൽ എന്താ പറഞ്ഞാൽ നമ്മൾ വരില്ലാന്ന് ഉദ്ദേശിക്കുന്നു? എന്താ വരുമെന്നാ? ഞാൻ എൻ്റെ വീട് എവിടെ അറിയാം അപ്പച്ചാ? എൻ്റെ ഭാഷയുടെ എവിടെ തോന്നുന്നുണ്ടോ?
ഒന്നും മനസ്സിലാവുന്നില്ല. ഒന്നും തോന്നില്ല. ഞാൻ വയനാട്ടുകാരനാണ്. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. അത് ശരി. ആ, ഇവിടം വരെ ഏകദേശം 500 കിലോമീറ്റർ ഉണ്ട്. 500 കിലോ. ആ അല്ല, അണ്ണ വരുമെന്ന് ഇവൻ എൻ്റെ ഇന്നലെ ഓട്ടമേ പറഞ്ഞപ്പോൾ ഞാൻ പോടാ അയാളൊക്കെ വരുമോ ദൂരമൊക്കെ വരുമോ ഇവനെ കണ്ടിട്ട് ശരി. പക്ഷേ വന്ന് നിങ്ങൾക്ക് ടാങ്ക് ഓക്കെ. അപ്പം വേണമെങ്കിൽ എടുത്തോണ്ട് പോയിക്കോളെ. എൻ്റെ ഒരുത്തനുണ്ട് അവിടെ. ആ, അവനെ ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അമ്മ പറയും അവനെ കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു. ആ, നിങ്ങളെ വീഡിയോ ഒക്കെ ഞാനേ കാണും. ആണല്ലേ? ആ, എന്തായാലും അവർക്ക് കാണിച്ചു കൊടുക്കാൻ കാണിച്ചെടുക്കുക. ഓക്കെ, ബൈ.